ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. ആദരണീയരായ സഹപ്രവർത്തകരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശബോധമുള്ള എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ സമയം നിശ്ചയിച്ചതിലധികം നീണ്ടുപോയിട്ടുണ്ട്. പ്രസക്തമായ കാര്യങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കട്ടെ. തൗഹീദും മുജാഹിദ് ലയനവും എന്നതാണല്ലോ നിശ്ചയിക്കപ്പെട്ട വിഷയം. നാം എന്തിനാണ് മുജാഹിദ് ലയനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്ന് ഒരുപക്ഷെ നിഷ്പക്ഷമതികൾ ചിന്തിച്ചേക്കാം. ഈ 900 മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ ഒരു 2 ലയിക്കുകയാണെങ്കിൽ ലയിച്ചോട്ടെ എന്ന് വെച്ചുകൂടെ എന്ന്. നമുക്ക് ലയിക്കുന്നതിലല്ല എതിർപ്പ്, മറിച്ച് കേരളീയ മുസ്ലിം സമൂഹത്തിന് നീണ്ട 14 നൂറ്റാണ്ട് കാലം നിലനിന്ന ഒരു വിശുദ്ധമായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നീണ്ട 13 നൂറ്റാണ്ട് കാലം അഭംഗുരം തുടർന്നു പോന്നു എന്നത് ചരിത്രപരമായ ഒരു വസ്തുത മാത്രമാണ്. 1924 മുജാഹിദ് പ്രസ്ഥാനം ഒരു പണ്ഡിത സംഘടന രൂപീകരിച്ചുകൊണ്ട് നാളിതുവരെ നടന്നു വന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസങ്ങളും പല ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും ഇസ്ലാം വിഭാവനം ചെയ്യുന്ന തൗഹീദിനെതിരാണ്, ഏകദൈവ വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ് എന്ന് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും വളച്ചൊടിച്ച ഉദ്ധരണികൾ സമർത്ഥിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തെ ഏറെ തെറ്റിദ്ധരിപ്പിച്ചു പോന്നു എന്നതൊരു വസ്തുതയാണ്. ഈ മുസ്ലിം സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിയവരായി ചിത്രീകരിക്കാൻ ഉയർത്തിക്കാണിച്ച ഏക പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം, മുസ്ലിം സമൂഹം തൗഹീദിൽ തെറ്റുപറ്റിയവരാണ് എന്നാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന ശേഷം അതിലെ 2 പ്രബല വിഭാഗങ്ങൾ ഒന്നായി ചേരുമ്പോൾ തീർച്ചയായും ന്യായമായ പ്രസക്തമായ ചില ചോദ്യങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഈ മുസ്ലിം സമൂഹത്തെ വീണ്ടും മുശ്രിക്കുകളായി ചിത്രീകരിക്കാനും തൗഹീദ് വിരുദ്ധരായി പ്രചരിപ്പിക്കാനും ആണല്ലോ ഈ ഇരു വിഭാഗവും വീണ്ടും ഒന്നായി ചേർന്നത്. ഒരുപാട് ലയനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഏറ്റവും അവസാനം നമ്മൾ കണ്ട മുസ്ലിം സംഘടനകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ലയനമായിരുന്നു മുസ്ലിം ലീഗിന്റെ ഇരു ഗ്രൂപ്പുകൾ തമ്മിലുള്ള ലയനം. മുസ്ലിം ലീഗ് ഔദ്യോഗിക വിഭാഗവും അഖിലേന്ത്യാ ലീഗ് വിഭാഗവും അവർ ലയിച്ചു ചേർന്നപ്പോൾ അന്ന് മാനാഞ്ചിറ മൈതാനിയിൽ വെച്ച് നടന്ന ലയന സമ്മേളനത്തിൽ ശ്രീ പി സീതി ഹാജി പ്രസംഗിച്ച ഒരു പ്രസംഗം ഇന്നും എന്റെ ശ്രവണപുടങ്ങളിൽ അലയടിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ലയിച്ചാൽ മുതരയും ഇണ്ണിക്കാമ്പും വെച്ചതുപോലെ ആകൂല, ഞങ്ങൾ ഒന്നായി ലയിച്ചു ചേരുന്ന വിധത്തിലുള്ള ഐക്യമായിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചത് പ്രാവർത്തികമാക്കാൻ സാധിച്ചത് അതിനു മുമ്പ് എല്ലാ ഒരുക്കങ്ങളും നടത്തി 2 പത്രങ്ങളുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. ഒന്ന് ഔദ്യോഗിക വിഭാഗത്തിന് ചന്ദ്രിക അവരുടെ കയ്യിൽ തന്നെ, മറുവിഭാഗം ലീഗ് ടൈംസ് എന്നൊരു ദിനപത്രം ആരംഭിച്ചു. പക്ഷെ ലയനത്തിന്റെ ഭാഗമായി 2 പത്രങ്ങൾ നിർത്തി ഒരു പത്രം ചന്ദ്രിക തുടരാൻ തീരുമാനിച്ചു. മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞു തീർത്ത് ആദർശപരമായി ഒന്നായി ചേർന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് ലയിച്ചത്. അതിവിടെ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനം ലയിക്കുമ്പോൾ ആദർശപരമായ വിഷയം ഇരിക്കട്ടെ, ദിനപത്രത്തിന്റെ കാര്യം ഇരിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനം 2ആയ ശേഷം
തുടങ്ങിയ ഒരു വാരിക പോലും ഇവർ നിർത്തിവച്ചിട്ടില്ലല്ലോ. ഔദ്യോഗിക വിഭാഗം നടത്തിയിരുന്ന വാരികക്ക് മാസികകളും പത്രങ്ങളും ഒക്കെ ഇരിക്കട്ടെ, വാരിക പോലും നിർത്തിവെക്കാതെ രാഷ്ട്രീയ കക്ഷികൾ സാധാരണ ലയിക്കാറുള്ളത് പോലെ ഒരു ലയന സമ്മേളനം, അതിന്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മടവൂർ വിഭാഗത്തിന്റെ വാരിക ശബാബ് വളരെ കൃത്യമായി ഔദ്യോഗിക വിഭാഗത്തെ വീണ്ടും മുശ്രിക്കുകളാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ ലക്കം വാരികകൾ എഴുതിയിട്ടുണ്ട്. ഞാനതിപ്പോ പറയുന്നില്ല, ശേഷം സമയമുണ്ടെങ്കിൽ പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ചപ്പോൾ അവർക്കിടയിൽ ഏറെ ശൈഥില്യമുണ്ടാക്കിയ, ഏറെ അപകടകരമായ ഭിന്നതകളിലേക്ക് നയിച്ച പുതിയ പുതിയ ചേരിതിരിവുകൾ സൃഷ്ടിച്ച വിഷയം എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വചനവുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലമായി പറഞ്ഞു വരുന്ന ഒരർത്ഥമുണ്ട്. അദൃശ്യമായ നിലയിൽ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. മറഞ്ഞ വഴിയിൽ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. അഭൗതികമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. ഇതൊക്കെ ഒന്നാ, ഇങ്ങനെയൊക്കെ പറയവര്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്നവർ പറഞ്ഞു. ഈ പറഞ്ഞതിനൊക്കെ മർമ്മം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞ വഴിക്ക് അള്ളാഹുവിൽ നിന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉയർന്ന പലരിൽ നിന്നും ചില സഹായങ്ങൾ ലഭ്യമാകും എന്ന വിശ്വാസം നിലനിർത്തിയതിന്റെ പേരിൽ സുന്നി വിഭാഗത്തെ മുശ്രിക്കുകളുടെ, ബഹുദൈവ വിശ്വാസികളുടെ ഗണത്തിലേക്ക് ചാർത്താനും തള്ളി മാറ്റാനുമായിരുന്നു. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മറഞ്ഞ വഴിക്ക് അള്ളാഹു മാത്രമേ ഉപകാരം ചെയ്യാൻ കഴിയുള്ളൂ. സുന്നികൾ മറഞ്ഞ വഴിക്ക് അല്ലല്ലാത്ത ആൾക്കാരൊന്നും ഗുണം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ സുന്നികൾ അല്ലല്ലാത്ത ആളെ ദൈവമാക്കി. അപ്പൊ സുന്നി മുശ്രിക്ക് വളരെ പ്രകട. സത്യത്തിൽ സുന്നത്ത് ജമാഅത്ത് ഈ ഒരാശയം വെറുതെ ഉന്നയിക്കുന്നതല്ല. അള്ളാഹുവിന്റെ മഹാത്മാക്കളായ അംബിയ ഔലിയാക്കളിൽ നിന്ന്, വിശുദ്ധാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഇടപെടലുകളും ഉപകാരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നു ലോകത്ത് എന്നത് സാർവത്രികമായി നടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അഭിവന്ദനായ ശൈഖുന ശംസുലമ ഇ കെ ഉസ്താദ് വഫാത്തായത് നമ്മുടെ ആളുകൾ പ്രസംഗിക്കാറുണ്ട്. അദ്ദേഹം വഫാത്തായതൊരു തിങ്കളാഴ്ച രാവാ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ രാവ് ബറക്കത്തുള്ള രാവാ. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിരിക്കുന്നത് അന്ന് വഫാത്താകൾ പ്രത്യേക ബറക്കത്താ. അന്ന് ശംസുലമയുടെ ചാരത്ത് ഫാത്തിമ ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുന്ന ശംസുലമയുടെ ഓരോ സെക്കൻഡുകൾക്കും ഒപ്പത്തിനൊപ്പം കഴിയുന്ന ഏതാനും ആളുകൾ ഉണ്ടായിരുന്നു ആ മരണസമയം വരെ. അതിൽ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ഏകദേശം രാത്രി 2 മണി വരെ നിന്ന് ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ഇന്ന ഒരു മഹാൻ എന്നോട് പറഞ്ഞു, ഇന്ന് തിങ്കളാഴ്ച രാവാണ്, നിങ്ങൾ ഇങ്ങോട്ട് മടങ്ങുന്നത് ശരിയല്ല, നിങ്ങൾ തിരിച്ചങ്ങോട്ട് പോകണം. അദ്ദേഹം തിരിച്ചു വന്നേക്കുമ്പോഴേക്കും മഹാനവറുകൾ വഫാത്തായി എന്നത് ഒരു വസ്തുത അദ്ദേഹം ഈ അടുത്ത ദിവസം എന്നോട് അനുസ്മരിച്ചത്. മറഞ്ഞ വഴിക്ക് ഇടപെടുക എന്നത് ഇവിടെ സാർവത്രികമായി മഹാത്മാക്കൾ നടന്നു വരുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ. മഹാത്മാക്കൾ ജീവിതകാലത്തും മരണാനന്തരവും ഈ മറഞ്ഞ വഴിക്ക് ഇടപെടുന്നുണ്ട്, ഉപകാരം ചെയ്യുന്നുണ്ട്. ചരിത്രപ്രസിദ്ധമായ സംഭവമാണല്ലോ, സ്വഹീഹായ സംഭവമാണല്ലോ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ നഹാവന്ത് എന്ന പ്രദേശത്തേക്ക് മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധസംഘത്തെ നിയോഗിച്ചു. യുദ്ധസംഘത്തെ നിയോഗിച്ച് അവർ യുദ്ധസംഘം പോയി ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്നത്തെ പോലെ വാർത്താവിനിമയ ബന്ധങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ട് ഒരു വിവരവും ലഭ്യമല്ല. ഒരു വെള്ളിയാഴ്ച ദിവസം ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഖുത്ബ നടത്തുകയാണ്. ഖുത്ബക്കിടയിൽ സാരിയ അൽ ജബൽ, സാരിയ പർവ്വതത്തിന്റെ ഭാഗം ശ്രദ്ധിക്കണം, പർവ്വതത്തിന്റെ ഭാഗം ശ്രദ്ധിക്കണം. സാലിയ റളിയല്ലാഹു അൻഹു പർവ്വതത്തിന്റെ ആ പ്രത്യേക ഭാഗം ശ്രദ്ധിച്ചപ്പോൾ ശത്രുക്കൾ ആ വഴിക്കാണ് കടന്നാക്രമണം നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അവരത് വഴി യുദ്ധം വിജയിച്ചു.
സഹാബത്തിനൊന്നും മനസ്സിലായില്ല എന്താ ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത്. പിന്നീട് സാരിയ റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തി അമീറുൽ ഉമർ ഫാറൂഖ് തങ്ങൾ അവர்களോട് കാര്യം വിശദീകരിച്ചപ്പോൾ, നിങ്ങളുടെ നിർദ്ദേശം കിട്ടിയ സമയത്ത് ഞങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അമ്പേ പരാജയപ്പെട്ടു പോകുമായിരുന്നുവെന്ന യാഥാർത്ഥ്യം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, അഭൗതികമായി, മറഞ്ഞ വഴിക്ക് മഹാത്മാക്കൾക്ക് ഇടപെടാൻ കഴിയുമെന്ന നൂറുകണക്കിന് സംഭവ ചരിത്രങ്ങളിൽ ഒരു സംഭവം മാത്രമാണ്. ഞാൻ അത്തരം ചരിത്രങ്ങൾ ധാരാളം കിതാബുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ തന്നെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു കുറ്റമറ്റ പരമ്പര റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. സമയത്തു ഷാഫിഈയായ ഇമാം ഷാഫി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, റാവി ഉദ്ധരിക്കുന്നു, ഇദാ അറദ്തി ഹാജ, എന്റെ ജീവിതത്തിലേക്ക് മുഖ്യമായൊരു പ്രശ്നം വന്നാൽ സല്ലൈതു റകഅതൈൻ, ഞാൻ 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കും. എന്നിട്ട് വജിഇതു ഇലാ ഖബ്രി അബി ഹനീഫ, അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിന്റെ അടുത്തേക്ക് ഞാൻ വരും. വസഅൽതുല്ലാഹൽ ഹാജ ഇൻദഹു, അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് റബ്ബിനോട് ഞാൻ എന്റെ ആവശ്യം സമർപ്പിക്കും. അങ്ങനെ ഞാൻ ചെയ്താൽ ഫമാ യബുദു അന്നി ഹത്താ തുഖ്ലാ, സമയം ദീർഘമാകൂല, അപ്പോഴേക്കും എന്റെ കാര്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുമെന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു. എന്താ ഇമാം ഷാഫി തങ്ങളെ ഖബറിങ്ങ പോയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ കാര്യം വേഗം നടക്കുന്നത്? മഹാത്മാക്കൾ അവരുടെ ലോകത്ത് വച്ച്, അഭൗതികമായ ലോകത്ത് വച്ച്, മറഞ്ഞ ലോകത്ത് വച്ച്, ബർസഖിയ ലോകത്ത് വച്ച് ഇവിടെ ഇടപെടുന്നു എന്നത് വസ്തുതാപരമായ ഒരു പരമാർത്ഥമാണ്, യാഥാർത്ഥ്യമാണ്. ചരിത്ര പ്രസിദ്ധമായ 1933 നാദാപുരം സംവാദത്തിൽ മഹാനായ ഫത്താവ റംലി, ഇമാം റംലിയുടെ ഫത്താവയിൽ ഈ വിഷയത്തെക്കുറിച്ച് മരണാനന്തരം മഹാത്മാക്കളുടെ കറാമത്തുകളും മുഅ്ജിസത്തുകളും ഈ അത്ഭുതങ്ങൾ പ്രകടമാവുകയോ എന്ന വിഷയത്തെക്കുറിച്ച് ഇത് ചർച്ച ചെയ്തപ്പോ വഹാബി പ്രസ്ഥാനം പറയുന്നു, മരിച്ചാൽ മഹാത്മാക്കൾക്ക് ഇടപെടാൻ കഴിയില്ല, കറാമത്തില്ല, മുഅ്ജിസത്തില്ല. മഹാനായ ഉസ്താദുൽ അസാതീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അവരൊക്കെ ആയിരുന്നു അന്ന് ഈ സുന്നത്ത് ജമാഅത്ത് നായകത്വം നൽകിയ മഹാന്മാർ. നമ്മുടെ ഒട്ടനവധി പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയി. ഇപ്പൊ തൊട്ടടുത്ത് അഭിവന്ദരായ സൈനുൽമാ ചെറുശ്ശേരി ഉസ്താദ്, നമ്മുടെ ഒപ്പത്തിനൊപ്പം നമുക്ക് ആവേശം പകർന്ന നായകത്വം നൽകിയിരുന്ന ബഹുമാന്യനായ കാളമ്പാടി ഉസ്താദ്, ബഹുമാന്യനായ കോയക്കുട്ടി ഉസ്താദ്, ഇപ്പൊ ഏറ്റവും അവസാനം കുമരംപുത്തൂർ ഉസ്താദ്, ഇവരൊക്കെ നമ്മോട് വിട പറഞ്ഞു പോയി. അള്ളാഹു നമ്മുടെ മഹാത്മാക്കൾക്ക് മരിച്ചുപോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ട ആളുകൾക്കും, പ്രത്യേകിച്ച് അഭിവന്ദനായ സഹപ്രവർത്തകൻ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, അദ്ദേഹത്തിന്റെ വന്യനായ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലം വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ അദ്ദേഹം. അദ്ദേഹത്തിന്റെ വന്യനായ പിതാവിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ നഈമിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹം പിതാവിനോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹാനായ ഇമാം ഷാഫി തങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. ഈ നിലയിൽ മഹാത്മാക്കളിൽ നിന്ന് ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു സത്യ. ഈ സത്യം സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ചതിന്റെ പേരിൽ സുന്നി ജനകോടികളെ മുശ്രിക്കുകളാക്കി ചിത്രീകരിക്കാനായിരുന്നു ഈ വിഷയം അവർ ഉന്നയിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അദൃശ്യമായ നിലയ്ക്ക് ഉപകാരം ഉപദ്രവം ചെയ്യാൻ അല്ലാഹ്ക്കേ കഴിയൂ. ഇതാണ് തൗഹീദിന്റെ വചനത്തിന്. അതങ്ങനെ വിശ്വസിച്ചോളണമെന്ന്. അങ്ങനെ വിശ്വസിച്ചാൽ മഹാത്മാക്കൾ കഴിയില്ല എന്ന് വെക്കണമല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിഷയം അവർ ഉന്നയിച്ചപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലം നിരന്തരം അവരെ ചോദ്യം ചെയ്തു. ഈ നിർവചനം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ് പുതിയ വചനമല്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശ, തങ്ങൾ പഠിപ്പിച്ചിട്ട് നീണ്ട 13 നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ഇതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ഘടകവിരുദ്ധമായ ഈ പുതിയ അർത്ഥം, ഈ പുതിയ നിർവചനം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഖുർആനിൽ കാണിക്കാമോ? ഹദീസിൽ കാണിക്കാമോ? പ്രാമാണികരായ വ്യാഖ്യാതാക്കളുടെ പിൻബലത്തോടെ ഒരു ഉദ്ധരണി കാണിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. ഈ 1935 അന്തരിച്ച റഷീദ് റിള എന്ന പാശ്ചാത്യരുടെ ഏജന്റാണ് ഇങ്ങനെ ഒരു നിർവചനം ലോക ചരിത്രത്തിൽ ആദ്യമായി പറഞ്ഞു വെച്ചത്. ഈ പറഞ്ഞു വച്ച നിർവചനത്തെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ കൃത്രിമമായ നിർവചനം ഉണ്ടാക്കിയാൽ അത് ഇസ്ലാമിക വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കും. അത് നിലനിൽക്കില്ല എന്നൊരു വസ്തുതയാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ചോദിച്ചു,
ശരി, എങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ ചോദിച്ചു, മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം എന്നല്ലേ നിങ്ങൾ വാദിക്കുന്നത്? എങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, ജിന്നുകൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യുമോ ഉപദ്രവം ചെയ്യുമോ? ജിന്നുകൾക്ക് സാധിക്കുമോ? എന്താ ജിന്നിനെ കാണുന്നുട്ടോ? കൃത്യമായി വസ്തുതകളുടെ പിൻബലത്തോടുകൂടി നമ്മൾ ചോദിച്ചു. നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർ ചോദിച്ചു. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി സൂറത്തു സബ 13 നമ്പർ ആയത്തിൽ പറയുന്നുണ്ട്, വളരെ വ്യക്തമായി ജിന്നുകൾ വലിയ വലിയ കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ചെയ്തു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ് വതമാസീൽ വജിഫാനിൻ കൽ ജവാബ് വഖുദൂരിർ റാസിയാത്ത്. വിശുദ്ധ ഖുർആനാ പറയുന്നത്, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വേണ്ടി ജിന്നുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്തു, വലിയ വലിയ ശില്പങ്ങൾ നിർമ്മിച്ചു കൊടുത്തു, വലിയ വലിയ തളികകൾ എന്ന് പറയുമ്പോൾ വലിയ തടാകങ്ങൾ പോലെയുള്ള ഹൗദുകൾ പോലുള്ള വൻ തളികകൾ നിർമ്മിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, വലിയ വലിയ ചെമ്പിന്റെ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇളക്കാൻ സാധിക്കാത്ത റാസിയാത്ത് വലിയ ചെമ്പ് പാത്രങ്ങൾ നിർമ്മിച്ചു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനാ പറയുന്നത്. ജിന്നുകൾ മറഞ്ഞ വഴിക്ക് ഇവിടെ പ്രവർത്തനങ്ങൾ പോലും പ്രവർത്തനം കാണാൻ കഴിയുന്ന പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പൊ മറഞ്ഞ വഴിക്ക് ജിന്നുകൾ ഉപകാരം ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ ഒരാൾ മുശ്രിക്കാകുമോ? മലക്കുകൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമോ? അടുത്ത ചോദ്യം ചോദിച്ചു. എന്തേ? ബദർ യുദ്ധത്തിലെ സംഭവം ഇസ്ലാമിക ലോകത്ത് പരക്കെ അറിയപ്പെട്ട ഖുർആൻ പറഞ്ഞതാ. ബദർ യുദ്ധത്തിൽ മുസ്ലിം സമൂഹത്തെ രക്ഷിക്കാനായി അവർക്ക് പിൻബലം നൽകിക്കൊണ്ട് ഒപ്പം നിന്നുകൊണ്ട് ശത്രുക്കളോട് പടവെട്ടിയ ആയിരക്കണക്കിന് മലക്കുകൾ ഉണ്ടായിരുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിലാ പറയുന്നത്, ഹദീസിലാ പറയുന്നത്. ഞങ്ങളിങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങളൊരാളെ വെട്ടാൻ പോകുമ്പോൾ തല അരിഞ്ഞു വീഴ്ത്തപ്പെട്ടിരിക്കും, ആരും വെട്ടിയിട്ടുണ്ടാവില്ല, മലക്ക് വെട്ടിയതാണ്. മലക്കുകൾക്ക് ഇടപെടാൻ കഴിയില്ലേ ഭൗതിക ലോകത്ത്? ഈ സത്യം വിശ്വസിച്ചാൽ മുശ്രിക്കാകുമോ? അടുത്ത ചോദ്യം നമ്മുടെ ആളുകൾ ചോദിച്ചു. പിശാച്ചിന് അഭൗതികമായി മറഞ്ഞ വഴിക്ക് ഇടപെടാൻ കഴിയില്ലേ? പിശാച്ച് ഉപദ്രവിക്കുമെന്ന സംഭവം ഖുർആനിലും ഹദീസിലും എത്രയാണ് പറഞ്ഞത്? ഏത് മുസ്ലിം നിഷേധിക്കാൻ സാധിക്കുക? എത്രത്തോളം വെച്ചാൽ സൂറത്തു നാസിൽ പോലും പറഞ്ഞു, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ മനസ്സുകൾ ദുർബോധനം ചെയ്യുന്നത് പിശാച്ചാണ്. നമുക്ക് പിശാച്ചിനെ കാണാൻ കഴിയില്ല. പിശാച്ച് ഭൗതികമല്ല, പിശാച്ച് തെളിഞ്ഞതല്ല, പിശാച്ച് കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമല്ല, ഒരു മറഞ്ഞ വസ്തുവാണ്. പിശാച്ചിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഇന്ന് വരെ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. പിശാച്ച് മറഞ്ഞ വഴിക്ക് ഇടപെടുന്നില്ലേ? ഇത് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമോ? ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം വീണ്ടും പിളർന്ന് 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 കഷ്ണങ്ങളായി ശിഥിലമായി പോയത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം മറുപടി പറഞ്ഞു. സാധാരണക്കാരല്ല പറഞ്ഞത്, ഔദ്യോഗിക വിഭാഗത്തിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതനായിരുന്ന അവരുടെ ഫത്വ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരെ ഫത്വ കമ്മിറ്റി ഉൾക്കൊള്ളൂല. നമ്മുടെ മുഷാവറ 40 മഹാപണ്ഡിതന്മാരാണ്, അതിൽ 5 പേരാണ് ഫത്വ കമ്മിറ്റി അംഗങ്ങൾ. ഇതുപോലെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയിലെ ഫത്വ കമ്മിറ്റിയിലെ ഉന്നത മെമ്പറായ അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് വിശദീകരണം നൽകി. ജിന്ന് മറഞ്ഞ വസ്തുവല്ല, മലക്ക് മറഞ്ഞ വസ്തുവല്ല, പിശാച്ച് മറഞ്ഞ വസ്തുവല്ല. ഇതൊക്കെ നമുക്കിടയിൽ ജീവിക്കുന്ന ഭൗതിക ജീവികളാണ്. അതുകൊണ്ട് അവയോട് സഹായം ചോദിച്ചാൽ ശിർക്കാകില്ല എന്ന കൃത്യമായ വാദം ഉന്നയിച്ചു. ഈ കൃത്യമായ വാദം ഉന്നയിച്ചപ്പോൾ ഒരു ഗ്രൂപ്പ് പുറത്തുപോയി അത് അംഗീകരിക്കൂല, യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞാൽ അപകടകരമാണ് ആ വാദം എന്ന് പറഞ്ഞു. എത്രത്തോളം എന്ന് വെച്ചാൽ, എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയുടെ അർത്ഥത്തിൽ പോലും വിശദീകരണത്തിൽ പോലും ഇരു വിഭാഗവും മാറ്റം വരുത്തി. പ്രാർത്ഥന എന്ന് ഇത്രയും കാലം പറഞ്ഞിരുന്നത് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ഗുണവും ദോഷവും ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് സഹായം തേടലാണ് പ്രാർത്ഥന. മനുഷ്യ കഴിവിന് അതീതം, മനുഷ്യന്മാർക്ക് അല്ലൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവിന് അപ്പുറം സഹായം ചോദിക്കലൊക്കെ അഭൗതിക. ആ സഹായം കിട്ടുമെന്ന പ്രതീക്ഷയോടുള്ള സഹായാർത്ഥനയാണ് പ്രാർത്ഥന എന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ മറുവിഭാഗം തിരുത്തി പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പോരാ, മനുഷ്യ കഴിവിന് അതീതമായത് ചോദിക്കലൊക്കെ പ്രാർത്ഥനയാകൂല. ജിന്നിന്റെ കഴിവ് മനുഷ്യ കഴിവിന് അതീത. ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാകില്ല, പ്രാർത്ഥനയാകില്ല. മലക്കിന്റെ കഴിവ് മനുഷ്യ കഴിവിന് അതീത. മലക്കിനോട് സഹായം ചോദിച്ചാൽ പ്രാർത്ഥനയാകില്ല. പിശാച്ചിന്റെ കഴിവ് മനുഷ്യ കഴിവിന് അതീത. പിശാച്ചിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാകില്ല, ശിർക്കാകില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ അർത്ഥം ഇങ്ങനെ വിശദീകരിക്കപ്പെടണം: മനുഷ്യ കഴിവിന് അതീതമെന്നതിന് പകരം എല്ലാ സൃഷ്ടികളുടെയും കഴിവിന് അതീതമായ കാര്യങ്ങൾ സഹായം തേടലാണ് പ്രാർത്ഥന. മനുഷ്യന്റെയും ജിന്നിന്റെയും പിശാചിന്റെയും മലക്കിന്റെയും കഴിവിന് അപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന. ഇവരോട് ചോദിച്ചാൽ പ്രാർത്ഥനയാകില്ല എന്ന് പറഞ്ഞു.
ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം ലയിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെയാണ് പ്രസക്തമായ ചോദ്യം. ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് തീർപ്പ് കൽപ്പിച്ചു? ഇവിടെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സാധാരണക്കാരായ പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ആശയക്കുഴപ്പം, ഞങ്ങൾ ആശയക്കുഴപ്പം, സാധാരണക്കാരെ ആശയക്കുഴപ്പം തീർക്കാൻ ബാധ്യതയുണ്ട്. വാട്സപ്പിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ നിരന്തരം ഈ ടെക്സ്റ്റുകളിൽ കാണുന്നത് ഈ വിഷയമാണ്. ഏതാണ് സ്വീകരിച്ചത്? ഇതുവരെ പറഞ്ഞ നിലപാടനുസരിച്ച് ഒരു വിഭാഗം, ഔദ്യോഗിക വിഭാഗം, മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ ജിന്നിനും സാധിക്കും, മലക്കിനും സാധിക്കും, പിശാചിനും സാധിക്കും, ഉപകാരം ഉപദ്രവം ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിച്ചത്. മടവൂർ വിഭാഗം കൃത്യമായി വിശ്വസിക്കുന്നതും പറയുന്നതും മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ജിന്നിന് കഴിയില്ല, പിശാചിന് കഴിയില്ല, മലക്കിന് കഴിയില്ല. അങ്ങനെ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ് എന്ന്. അപ്പൊ ഔദ്യോഗിക വിഭാഗം മുശ്രിക്കുകൾ, മടവൂർ വിഭാഗം തൗഹീദുകാർ. അപ്പൊ എന്താ മുസ്ലിം മുശ്രിക്ക് ഐക്യ? ഞങ്ങളെ സംശയം ന്യായമല്ലേ? മുസ്ലിം മുശ്രിക്ക് ഐക്യമാണോ നടന്നത്? അല്ല, മുസ്ലിം മുശ്രിക്ക് ഐക്യമല്ല നടന്നത്. ഞങ്ങൾ മടവൂർ വിഭാഗത്തിന്റെ ലൈനിലേക്ക് പോയി എന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ വാദമെങ്കിൽ കൃത്യമായ ഒരു സംശയം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ ചെയ്തത് ശിർക്കല്ലേ? ഇല്ല, ജിന്നിൽ നിന്നും മലക്കിൽ നിന്നും പിശാചിൽ നിന്നും മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും കിട്ടുമെന്ന വിശ്വാസം ഇത്രയും കാലം വെച്ചു പുലർത്തിയത് ശിർക്കല്ലേ? ഷിർക്കാണ്. ഷിർക്കാണെങ്കിൽ നിങ്ങൾ മുശ്രിക്കായില്ലേ? മുശ്രിക്കായി. മുശ്രിക്കായി മുർത്തദ്ദായില്ലേ? മുർത്തദ്ദായി. ഇസ്ലാമിന് പുറത്തു പോയില്ലേ? പുറത്തുപോയി. അപ്പൊ നിങ്ങൾ തൗഹീദിന് വേണ്ടി പുതിയ തൗഹീദിലേക്ക് വരണമെങ്കിൽ കലിമ ചൊല്ലണ്ടേ? നിങ്ങളെ ഈ കടപ്പുറത്ത് സമ്മേളനം കൂടിയാൽ മതിയോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ജനാവലിയെ ഒരുമിച്ച് ആദ്യം വിളിച്ചുകൂട്ടുന്ന ലയന സമ്മേളനം അവിടെ നിൽക്കട്ടെ. മാന്യ മഹാജനങ്ങളെ, ഞങ്ങൾ ലയിക്കാൻ തീരുമാനിച്ചിട്ട് നേതൃത്വം നമ്മൾ ഇത്രയും കാലം പ്രബോധനം ചെയ്ത തൗഹീദിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ജിന്നിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയുന്നു വിശ്വസിച്ചിരുന്നു. മലക്ക് മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ ശൈത്താനിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഉപദ്രവം പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് നമ്മുടെ അപകടകരമായ വിശ്വാസമായിരുന്നു, ഷിർക്കായിരുന്നു. മരിച്ചവരെ കാര്യം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല, അവർ നരകത്തിലേക്ക് പോകട്ടെ ശാശ്വതമായി. പക്ഷെ ജീവിച്ചിരിക്കുന്ന തൗഹീദിന്റെ ഇസ്ലാഹി പ്രവർത്തകന്മാരെ, നിങ്ങൾ ആ തൗഹീദിന്റെ മാർഗത്തിലേക്ക് വരണം. അതിന് നമുക്ക് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന്. എന്താ നടപടിക്രമങ്ങൾ? മുർത്തദ്ദായ പിന്നെ എങ്ങനെ ഇസ്ലാമിലേക്ക് വരാം? അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം. ഫത്ഹുൽ മുഈൻ ഞങ്ങളെ കുട്ടികൾ പോലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ മുർത്തദ്ദായാൽ വീണ്ടും തൗഹീദിലേക്ക് എങ്ങനെ വരേണ്ടെന്നോ കേട്ടോ. കിതാബിന്റെ ഇബാറത്ത് പറയുന്നത് വലാ ബുദ്ദ ഫിൽ ഇന്നമാ യഹ്സുലു ഇസ്ലാമു കുല്ലി കാഫിർ അസ്ലി. ഏത് കാഫറും, അസ്ലി ഒറിജിനൽ കാഫർ മുസ്ലിം ആകണമെങ്കിൽ ആ മുർത്തദിന്റെ അല്ലെങ്കിൽ ആദ്യം മുസ്ലിമാ പിന്നെ മുശ്രിക്കായി മുർത്തദ്ദായി അങ്ങനെ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ അനിവാര്യമായും ബിത്തലഫ്ഫുദ് ബിശഹാദത്തൈനി, രണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചേ തീരൂ. മിനൻ നാതിഖി, ഉച്ചരിക്കാൻ കഴിയുന്നവരിൽ നിന്ന്. ഇതാണ് ഫത്ഹുൽ മുഈൻ 4-ാം വാല്യം 139-ാം പേജിൽ പറഞ്ഞത്. ആധികാരികമായ തുഹ്ഫയിൽ പറഞ്ഞത് വലാ ബുദ്ദ ഫിൽ ഇസ്ലാം, മുസ്ലിം ആകണമെങ്കിൽ അനിവാര്യമാണ്, അനുപേക്ഷണീയമാണ്. നരകത്തിൽ ശാശ്വതമായി വസിക്കുന്ന രക്ഷപ്പെടണമെങ്കിലും അനിവാര്യമാണ്. കമാ ഹുക്കിയ അലൈഹിൽ ഇജ്മാഉ, ഇജ്മാഉ സ്ഥിരപ്പെട്ടതുപോലെ ഫീ ശർഹി മുസ്ലിം മിന തലഫ്ഫുദ് ബിശഹാദത്തൈനി, രണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചേ തീരൂ. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ഷഹാദത്ത് കലിമ ഉച്ചരിക്കൽ ക്യാമ്പയിൻ ആദ്യം 3 മാസം നടത്തട്ടെ, എന്നിട്ടല്ലേ ലയനം. ആദ്യം ഔദ്യോഗിക വിഭാഗം മുജാഹിദ് പ്രസ്ഥാനമോ നിങ്ങളെ സാധാരണക്കാരായ ഈ പ്രവർത്തകന്മാരെ നിങ്ങൾ അപകടത്തിൽപ്പെടുത്താൻ പാടില്ല. മുശ്രിക്കായി മരിച്ചുപോയാൽ ശാശ്വതമായി നരകത്തിലേക്കാ തിരുത്താൻ നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തിയിട്ട് ഈ ആളുകളെ കൊണ്ട് കലിമ ചൊല്ലിച്ച ശേഷമാണ് നിങ്ങൾ ലയന സമ്മേളനം കടപ്പുറത്ത് നടത്തേണ്ടത്. ആൾക്കാർ മോമിനായി വരട്ടെ അല്ലേ? നിങ്ങളിതൊക്കെ അംഗീകരിച്ചെങ്കിൽ. അല്ല, നിങ്ങളിത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, മറ്റൊരു സംശയം, അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സംശയം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഴയ നിലപാടിൽ തന്നെ നിൽക്കുകയാണോ? പഴയ നിലപാടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ മടവൂർ വിഭാഗത്തിന്റെ വാരികയിൽ ഈ ലക്കത്തിൽ വന്നു കഴിഞ്ഞു. ഐക്യസമ്മേളനം നടത്തിയ നിങ്ങൾ ഒന്നാമല്ലേ മനസ്സിലാക്കേണ്ടത്? എന്ന് മനസ്സിലാക്കുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായി ഇതാ മടവൂർ വിഭാഗത്തിന്റെ വാരിക നിങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞാലും ഇത് അവരവരുടെ ലൈൻ കൃത്യമായി എഴുതിയിരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഇസ്ലാമിക ലോകം ഏകകണ്ഠമായി അംഗീകരിക്കുന്ന സത്യമാണ്. അഷ്റഫുൽ ഹൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന ജൂതൻ സിഹിർ ചെയ്തു. ജൂതൻ സിഹിർ ചെയ്ത സിഹിറിന്റെ പിന്നിലാരാ? ഷൈത്താനാ. ഷൈത്താന് മറഞ്ഞ വഴിക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയില്ല എന്ന മടവൂർ വിഭാഗം പറയണത്.
അവരാ ലൈൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കി, ഔദ്യോഗിക വിഭാഗക്കാർ വായിച്ചു നോക്കി. അവരുടെ ഈ ലക്കം ഷബാബിന്റെ വാരികയിലെ ഒരു ലൈൻ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. മദീനയിൽ ഒരു ജൂതൻ സിഹിർ ചെയ്തോ, തങ്ങളെ കുറിച്ചായി പറഞ്ഞത്, മാധ്യമമില്ലാതെ മറ്റു നിലക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കുമെന്ന് ഭയപ്പെടൽ ഷിർക്കാണ്. 23/12/16 ഷബാബ് വാരിക കൃത്യമായി 2 കാര്യങ്ങളാണ് സ്ഥാപിച്ചെടുത്തത്. ഒന്ന്, ഞങ്ങളുടെ ലൈനാണ് മുജാഹിദ് അംഗീകരിക്കേണ്ടത്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷിഹ്ർ ചെയ്തു എന്ന് പറയുന്ന സ്വഹീഹ് ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസുകൾ ബുദ്ധിക്ക് നിരക്കില്ലെങ്കിൽ തള്ളിക്കളയണമെന്ന ഞങ്ങളുടെ ലൈനാണ് മുജാഹിദ് സ്വീകരിച്ചിരിക്കുന്നത് ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ വിഷയം, ഇതാ മറഞ്ഞ വഴിക്ക് അല്ലാഹുവിനല്ലാതെ പിശാചിന് സിഹിർ വഴി ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന ലൈനാണ് തൗഹീദിന്റെ ലൈൻ സ്ഥാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഔദ്യോഗിക വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ വിഷയത്തിൽ എന്ത് പറയാനുണ്ട്? അപകടകരമായ ലൈനിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വസ്തുതാപരമായി ഈ യാഥാർത്ഥ്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവിടെ മലക്കുകൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യുമെന്നത് വസ്തുതയാണ്. ഖുർആൻ എത്രയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി യഹ്ഫദൂനഹു മിൻ അംറില്ലാഹ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാറി മാറി മലക്കുകളുടെ ഗ്രൂപ്പുകൾ വന്നുകൊണ്ടിരിക്കുക. മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി, മുന്നിലും പിന്നിലും മലക്കുകളാ. യഹ്ഫദൂനഹു മിൻ അംറില്ലാഹ്, മനുഷ്യനെ ഉറക്കിലും ഉണർച്ചയിലും കാത്തുരക്ഷിക്കുന്ന അള്ളാന്റെ നിർദ്ദേശമനുസരിച്ച് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകളാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദ് 11 ആയത്ത് ഇല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് കൃത്യമായി ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ജിന്ന് ഉപകാരവും ഉപദ്രവവും ചെയ്യും എന്നാണോ ഇല്ല എന്നാണോ വിശ്വാസം? മലക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യും എന്നാണോ ഇല്ലെന്നാണോ വിശ്വാസം? ശൈത്താൻ ഉപകാരവും ചെയ്യും ഉപദ്രവവും ചെയ്യും എന്നാണോ വിശ്വാസം? സിഹിർ ഫലിക്കും, അവിടെ പിശാച് ഇടപെടുന്നത് ഫലിക്കുമെന്നാണോ വിശ്വാസം? ഫലിക്കൂല എന്നാണോ വിശ്വാസം? മറഞ്ഞ വഴിക്ക് ജിന്നും മലക്കും അദൃശ്യകാര്യം അറിയുമെന്നാണോ വിശ്വാസം? അറിയില്ല എന്നാണോ വിശ്വാസം? പ്രാർത്ഥനയുടെ നിർവചനം മനുഷ്യ കഴിവിന് അതീതമായ കാര്യം ചോദിക്കൽ എന്നാണോ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യം ചോദിക്കൽ എന്നാണോ വിശ്വാസം? ഹദീസുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ മടവൂർ വിഭാഗത്തിന്റെ മാനദണ്ഡം ബുദ്ധിക്ക് നിരക്കാത്ത ബുഖാരിയുടെ ഹദീസുകൾ പോലും തള്ളിക്കളയുക എന്ന നിലപാടാണോ സ്വീകാര്യം? അതല്ല ഇസ്ലാമിക ലോകത്തിന്റെ നിലപാടാണോ സ്വീകാര്യം? ഖുർആനും സുന്നത്തും സച്ചരിതരായ മുൻഗാമികളുടെ വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കണമെന്ന ലൈനാണോ സ്വീകാര്യം? അതോ മടവൂർ വിഭാഗത്തിന്റെ അഭിപ്രായ പ്രകാരം ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്നതാണോ നിങ്ങളുടെ വിശ്വാസം? ഇത്തരം വിശ്വാസങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഇനി തൗഹീദ് പറയുന്നതിന് മുമ്പ്, പാവപ്പെട്ട സുന്നി ജനകോടികളെ മുശ്രിക്കുകളായി ചിത്രീകരിക്കുന്നതിന് മുമ്പ്, ഇത് ജനസമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയാതെ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലെ പഴയ പരിപാടി നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട്, ദയാവായ്പ കൊണ്ട്, വാത്സല്യം കൊണ്ട്, കാരുണ്യം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി തരുമാറാകട്ടെ. പ്രത്യേകിച്ച്